1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങി. ഇൻസ്ട്രുമെൻ്റ് ഓഫ് സറണ്ടർ എന്ന ഉടമ്പടി പ്രകാരം കീഴടങ്ങുമ്പോൾ എ.കെ. നിയാസി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ആർമി ചീഫാണ് അതിൽ ഒപ്പിടുന്ന ഒരു ചിത്രമുള്ളത്. നമ്മുടെ ലഫ്റ്റനന്റ് ജനറൽ ജഗജിത് സിംഗ് അറോറയുടെ മുന്നിൽ. അതെ, അതിൻ്റെ ഒരു ചിത്രം ഇന്ത്യൻ കരസേനാ മേധാവിയുടെ മുറിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി എന്നൊക്കെ പറയുന്നു. ശരിയാണോ? ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയുമാണ് തെറ്റുമാണ്. ഒന്നാമത്തെ തെറ്റ് ഞാൻ പറയാം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ മുറിയിലായിരുന്നില്ല ചിത്രം ഉണ്ടായിരുന്നത്. കരസേനാ മേധാവിയുടെ മുറിയിലേക്ക് ആളുകൾ കയറുമല്ലോ, അതിന് തൊട്ടുമുമ്പ് ഒരു ലോഞ്ച് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വിശ്രമിക്കുന്ന സ്ഥലം അവിടെ ഇരുന്നിട്ട് അവിടുന്ന് ഓരോരുത്തരായിട്ട് വിളിച്ചെടുക്കുന്നത്. അവിടെ ഒരു ചിത്രം വെച്ചിരുന്നു. അതായത് നിയാസി ജഗജിത് സിംഗ് അറോറയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ റിവോൾവർ മേശപ്പുറത്ത് വെച്ചിട്ട് ചുറ്റും പട്ടാളക്കാരെ നിൽക്കുന്നു. അദ്ദേഹം കീഴടങ്ങുന്നതായി സമ്മതിച്ചിരിക്കുന്നു എന്ന് ഉടമ്പടിയിൽ ഒപ്പിടുന്നു. ഉടമ്പടിയല്ല, കീഴടങ്ങൽ സമ്മതിക്കുന്നു ഒപ്പിടുന്ന ചിത്രം. അത് ആ ലോഞ്ചിൽ ഉണ്ടായിരുന്നു, ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. കരസേനാ മേധാവിമാരുടെ ലോഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിലെ ആളുകൾക്ക് അഭിമാനമുണ്ടാക്കുന്ന ചിത്രമാണ്. ആ ചിത്രം ആളുകളെ പ്രചോദിതം കൊള്ളിപ്പിക്കും. അവൾക്ക് ആവേശം കൊള്ളുന്ന ചിത്രം എടുത്തു മാറ്റിയത് ഈ യുദ്ധത്തോടുള്ള നന്ദികേടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സിനുവിന് കരസേനാ മേധാവിയുടെ മുറിയിൽ കയറി ലോഞ്ചിൽ പോയി ആ പടം കാണാൻ പറ്റുമോ? പറ്റില്ല. ഈ രാജ്യത്ത് എത്ര പേർക്ക് ആ ചിത്രം കാണാൻ പറ്റും? വളരെ ചുരുക്കം ആളുകൾക്ക് ആണല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? നമ്മുടെ സൈന്യത്തിൻ്റെ ആദ്യത്തെ ഫീൽഡ് മാർഷലായിരുന്നു മനേക്ഷ. അതെ, മനേക്ഷയുടെ പേരിൽ ഒരു മനേക്ഷ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ മ്യൂസിയത്തിലൊക്കെ മാറ്റി ആ ചിത്രം വെച്ചിരിക്കുകയാണ്. അത് ആ മ്യൂസിയത്തിൽ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പൊതുജനങ്ങൾക്കൊക്കെ സന്ദർശിക്കാൻ പറ്റുന്ന മ്യൂസിയത്തിലാണ് ഇപ്പോൾ പടം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം ആളുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത് എവിടെയാണ്? ഉപേന്ദ്ര ദ്വിവേദിയുടെ ലോഞ്ചിലാണോ മനേക്ഷ സെൻറ്റർ എന്ന് പറയുന്ന ഒരു പബ്ലിക് മ്യൂസിയത്തിലാണോ ഇരിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും പബ്ലിക് മ്യൂസിയം ആണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ കാണണം. ഇതാണല്ലേ നമ്മൾ ജയിച്ചതിൻ്റെ, അപ്പോഴല്ലേ നമുക്ക് ആവേശം ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ആൻസർ. അത് ഇരിക്കേണ്ടത് യഥാർത്ഥ സ്ഥലത്ത് അത് മാറ്റിവെച്ചു. അർഹമായ സ്ഥലത്ത് കൂടുതൽ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക്. ഈ വിമർശകർ പറയുന്ന പോലെ ആളുകളെ ആവേശം കൊള്ളിപ്പിക്കാൻ പറ്റുന്ന ഒരു പൊതു ഇടത്തിലേക്ക് മാറി അല്ലേ? എന്തിന് നമ്മൾ കരസേനാ മേധാവി ഇവിടെ ഇരിക്കട്ടെ, കേരളത്തിലെ DGPയെ എത്ര പേർക്ക് കാണാൻ പറ്റും? ചാനലിലൊക്കെ, TV ചാനലൊക്കെ അത്രയല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ചിത്രങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു പടം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുവെക്കണോ, പോലീസ് മ്യൂസിയത്തിൻ്റെ ചാലാണോ കൂടുതൽ ആളുകൾ? പോലീസ് മ്യൂസിയത്തിൽ വെക്കണം. ആണല്ലോ. പൊതുജനങ്ങൾക്ക് സമ്പർക്കം ഉണ്ടാകാൻ പറ്റും. ഓക്കെ. അപ്പോൾ വിവാദം ഇത്രയേ ഉള്ളൂ. വിവാദം അർത്ഥശൂന്യമാണ്. ആ ചിത്രം മാറ്റിയത് അന്നത്തെ കരസേനയെ ആക്ഷേപിക്കാനും ആ യുദ്ധത്തിൽ പങ്കെടുത്ത വീരന്മാരെ അപമാനിക്കാനും തമസ്കരിക്കാനുമല്ല, അവർക്ക് കൂടുതൽ ആദരവ് കിട്ടാൻ, അവർ കൂടുതൽ ആളുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയത്. പക്ഷേ സിനു അതല്ല പ്രശ്നം, അത് പറയാത്തതാണ്. ആ ചിത്രം ഉപേന്ദ്ര ദ്വിവേദിയുടെ ലോഞ്ചിൽ പുതിയൊരു ചിത്രം വന്നു. പുതിയൊരു ചിത്രം വന്നത് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയാം. ആ ചിത്രത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ളത് പാങ്കോങ് ടസോ മലനിരകളാണ്. ചൈനീസ് അതിർത്തിയിലുള്ള മലനിരകൾ. അതാണ് പശ്ചാത്തലം. മഞ്ഞു മൂടിയ മലകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗരുഡൻ പറന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ അതാണ് പ്രശ്നം. ഗരുഡനും പ്രശ്നമാണ്. അത് കഴിഞ്ഞ് വരുന്നതെന്നറിയോ? ഭഗവത്ഗീത ഇല്ലേ? മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ രഥമോടിക്കുന്നു, രഥത്തിൽ അർജുനൻ നിൽക്കുന്നു. പ്രശ്നമാണേ അതാണ്. അത് കഴിഞ്ഞിട്ടൊന്നുണ്ട്. അത് കഴിഞ്ഞ് ചാണക്യൻ നിൽക്കുന്നുണ്ട് ആ ചിത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ പാറ്റൻ ടാങ്കുകൾ, പുതിയ സൈനിക ടാങ്കുകളുണ്ട്, പിന്നെ റോക്കറ്റ് ലോഞ്ചറുകളുണ്ട്, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ പറക്കുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ സേനയുടെ ശക്തി കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷ്ണനും അർജുനനും വന്നു, ഗരുഡൻ വന്നു, ചാണക്യൻ വന്നു. സഹിക്കുമോ? അതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ പേരുണ്ട് കർമ്മക്ഷേത്ര എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഫീൽഡ് ഓഫ് ഡീഡ്സ്, കർമ്മക്ഷേത്ര എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രം നമുക്ക് കാണിക്കാം. ആ ചിത്രം അവിടെ വെച്ചതാണ് പ്രശ്നം. ഇന്ത്യൻ ആർമിയുടെ തലവൻ്റെ ലോഞ്ചിൽ വെച്ചിരിക്കുന്ന ചിത്രത്തിൽ പാങ്കോങ് മലനിരകൾ വരട്ടെ പോട്ടെ. അതും ചൈനയുടെ മലനിര നമ്മൾ കാണിക്കാവോ? ചൈനയ്ക്ക് നോവൂലേ? ചൈനക്കാർക്ക് വിഷമാവും. ചൈനീസ് അതിർത്തിയിലുള്ള ചങ്കിലെ ചൈനയാണ്. പിന്നെ ഗരുഡൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ, ചാണക്യൻ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ ഇന്ത്യൻ ആർമിയുടെ മറ്റ് സന്നാഹങ്ങളും ഈ ചിത്രത്തിലുണ്ട്. അതാണ് പ്രശ്നം. അതിന് ആർമി പറയുന്നറിയോ? ഞങ്ങൾ ഈ ചിത്രം ആർമിയെ ധർമ്മ സംരക്ഷകരായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ്. കർമ്മക്ഷേത്രം
കർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ആർമിയുടെ ചുമതല ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ചിത്രീകരിക്കുന്നു. അത് മഹാഭാരത തത്വമാണത്, ധർമ്മ സംരക്ഷണം എന്നുള്ള. ആ മഹാഭാരത തത്വത്തിൽ ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചാണക്യൻ്റെ ബുദ്ധി ഉപയോഗിക്കും. ചാണക്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ധർമ്മം സംരക്ഷിക്കും. അതിനോടൊപ്പം എന്ത് ചെയ്യും? ധർമ്മ സംരക്ഷണം, ചാണക്യൻ്റെ ബുദ്ധി കൗശല്യം, ഒപ്പം ആധുനിക സാങ്കേതിക വിദ്യയുടെ മികവ്. ഇത് മൂന്നുമാണ് ഇന്ത്യൻ ആർമിയെ പ്രചോദിപ്പിക്കുന്നതും കരുത്തുറ്റതാക്കി മാറ്റുന്നതുമെന്നാണ് കർമ്മക്ഷേത്ര ദ ഫീൽഡ് ഓഫ് ഡീഡ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആശയമെന്ന് സൈന്യം പറയുന്നു. അത്തരൊരു ചിത്രം അവിടെ വെച്ചതാണ് പ്രശ്നം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആരാധനാലയങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് വെച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കൃഷ്ണനെ കാണിക്കാൻ പറ്റത്തില്ല, അർജുനെ കാണിക്കാൻ പറ്റത്തില്ല, ചാണക്യനെ കാണിക്കാൻ പറ്റില്ല. അതൊക്കെ ഗരുഡനെ പിന്നെ വേണ ഒരു പക്ഷിയല്ലേ പോട്ടെന്നൊക്കെ, പിന്നെ പറ്റില്ല, ഗരുഡനും പറ്റില്ല. ഇതാണ് പ്രശ്നം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വന്ന അപ്പോൾ പ്രശ്നമാണ്. ഇത് പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരം ഒന്നും അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല. അല്ല, നമ്മുടെ ഭരണഘടന ആദ്യത്തെ പതിപ്പില്ലേ, ഏറ്റവും ആദ്യത്തെ പതിപ്പ്, കൈയെഴുത്ത് പതിപ്പ്, അതിനെക്കുറിച്ച് സിനിമ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിൽ രാമായണത്തിലെ കംപ്ലീറ്റ് കഥ ചിത്രങ്ങളായി വരച്ചു ചേർത്തിട്ടുണ്ട്. അതാണ് ഇടയ്ക്ക് ഇല്ല എന്നുള്ളൊരു വിവാദമൊക്കെ ഉണ്ട്. ഇല്ല എന്നല്ല, ഉണ്ട്. രാമായണത്തിലെ ആദ്യത്തെ ഭരണഘടനയുടെ ആദ്യത്തെ പതിപ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്ന രാമായണത്തിലെ കഥാസന്ദർഭങ്ങളാണ്. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും, സുപ്രീം കോടതിയാവട്ടെ, പാർലമെൻ്റ് ആവട്ടെ, എല്ലായിടത്തും ഭഗവത്ഗീതയിലെയും വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് പകരം വേണ്ടത് അല്ലാഹു അക്ബർ എന്ന് എഴുതുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ലോ, നമ്മുടെ ഭാരതീയമായ ഒരു പൈതൃകമല്ലേ മഹാഭാരതം എന്ന് പറയുന്നത്. നമ്മളെ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ഇതിഹാസ ഗ്രന്ഥമാണ്. മഹാഭാരതത്തെ എടുത്ത് തോട്ടിക്കളയാൻ പറ്റുമോ? അങ്ങനെയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഇത് പാർലമെൻറ്റിൽ പറഞ്ഞു. പക്ഷെ വലിയ വാർത്തയായിട്ട് വന്നില്ല കേട്ടോ, ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചെറിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ കർമ്മക്ഷേത്ര എന്നുള്ള ചിത്രം വെച്ചതിനെക്കുറിച്ചല്ല, ഇന്ത്യൻ പട്ടാളത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിജയത്തെ വില കുറിച്ച് കാണിക്കുമാർ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ മുറിയിലല്ല ലോഞ്ചിൽ, മുറിയിലുണ്ടായിരുന്ന ചിത്രം മാറ്റി എന്നതൊരു വാർത്തയാണ്. ആ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇതാണ് ലക്ഷ്യം പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മാറ്റി? അത് ലോഞ്ചിലല്ല, അത് കൂടുതൽ ആളുകൾ കാണാവുന്നിടത്തേക്കാണ് മാറ്റിയത്. അതിൻ്റെ ലക്ഷ്യം ആ ചിത്രം ഒരുപാട് ആളുകളെ, ലക്ഷക്കണക്കിന് വരുന്ന സന്ദർശകരെ എന്നും പ്രചോദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യാൻ വേണ്ടി അതിന് പറ്റുന്ന കൂടുതൽ ആളുകൾക്ക് ദൃശ്യമാകുന്ന ഒരിടത്തേക്ക് മാറ്റി. അതല്ലേ വേണ്ടത്. പിന്നെ പക്ഷേ ഇതിൻ്റെ വിവാദത്തിൻ്റെ പിന്നിലെ കാരണം ഈ ചിത്രം വന്നതാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ യുദ്ധവിജയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാതിരുന്ന പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഒരു ചിത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ശരിയായ കാര്യത്തിൻ്റെ പിന്നാലെയല്ല പോകുന്നത്, വിവാദം ഉണ്ടാക്കാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്നു. എന്തായിരിക്കും ഈ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ലക്ഷ്യം? അല്ലെ, നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ചില്ലേ, പ്രിയങ്ക എന്തുകൊണ്ട് കഫിയ പോലത്തെ സാരി ഇട്ടു, അതാരും പറഞ്ഞിട്ടില്ല. പിന്നെ ആ ബാഗിൽ വെച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യണം, വംശഹത്യ നടത്തണം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നമാണ്. അതോടുകൂടി നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഇസ്രായേലികൾക്ക്, ജൂതന്മാർക്ക് ഇന്ത്യയോട് ഉണ്ടാകുന്ന അഭിപ്രായം എന്തായിരിക്കും ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ഇന്നലെ സ്വന്തം മുത്തശ്ശി നേടിയെടുത്ത വലിയ വിജയത്തിൻ്റെ ദിവസം, ഐതിഹാസികമായ സ്വന്തം പാർട്ടി, മോദിക്ക് പറയാൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലേ ഉള്ളൂ. അതിനേക്കാൾ വലുത് ഞങ്ങൾ യുദ്ധം തന്നെ ജയിച്ചു, പാകിസ്ഥാനെ രാജ്യം ഉണ്ടാക്കി കൊടുത്തു അല്ലേ, പാകിസ്ഥാനെ വെട്ടിമുറിച്ചു ഞങ്ങൾ. നിങ്ങൾ പാകിസ്ഥാനെ കയറി ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഞങ്ങൾ അങ്ങനെയല്ല, പാകിസ്ഥാനെ മുറിച്ച് കഷ്ണമാക്കി എന്ന് പറഞ്ഞ് കോൺഗ്രസിന് ആഞ്ചരിക്കാവുന്ന ഒരു അവസരം അവർ കളഞ്ഞില്ലേ? അതെ. പക്ഷേ അത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെയല്ലേ ഡിവൈഡ് ചെയ്തത്, അതൊരു പ്രശ്നം. അതുമായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇതും അത് തന്നെയാണ്. നിങ്ങൾ ഒരു മക്ക മദീനയുടെ പടം കൂടെ വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിസ്കരിക്കുന്ന ഒരാളുടെ പടം കൂടെ വെച്ചിരുന്നെങ്കിൽ ഈ ചിത്രത്തിന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ശരിക്കും വേണ്ടത് ഒരാൾ അമ്പലത്തിൽ പോയി തൊടുന്ന ഒരാൾ പള്ളിയിൽ പോയി കുരിശുമാല ഇട്ടിരിക്കുന്ന ഒരാൾ, പിന്നെ നിസ്കരിക്കുന്ന ഒരാൾ. ഇത്രയും വെച്ചാൽ നമ്മൾ അംഗീകരിക്കാം. ഇനി മറ്റേത് ഇതിൽ രണ്ടെണ്ണം ഒഴിവാക്കി ഒരെണ്ണം വെച്ചാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ കരസേനാ മേധാവിയുടെ മുറിയിലെ മതസൗഹാർദ്ദമാണോ വെക്കേണ്ടത്, അതോ ജനങ്ങളെയൊക്കെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന യുവതലമുറയ്ക്ക് ആകർഷിക്കാൻ കഴിയുന്ന ചിത്രമാണോ വരുന്നത്? സംശയം അല്ല. അതാണ് ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ആർമി പറയുന്നത് ആർമിയെ ധർമ്മ സംരക്ഷകരായിട്ടാണ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. മഹാഭാരതത്തിൽ പറയുന്ന പോലെ ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നല്ലേ പറഞ്ഞു? ധർമ്മ സംസ്ഥാപനാർത്ഥായാണ് ഇന്ത്യൻ ആർമി. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കൗടില്യൻ്റെ
ചിത്രം അല്ല, കൗടില്യൻ്റെ ആശയങ്ങൾ ബുദ്ധി കൂർമ്മത ഉപയോഗിക്കുന്നു. അത് ആധുനിക സാങ്കേതിക വിദ്യ അതുമായിട്ട് ക്ലബ്ബ് ചേരുന്നു എന്ന് പറയുന്ന കർമ്മക്ഷേത്ര അല്ല ഫീൽഡ് ഓഫ് ഡീഡ്സ് എന്നുള്ള ആശയം വെക്കുന്ന ചിത്രം അത് തന്നെയാണ് ആർമിയുടെ ആസ്ഥാനത്ത് വെക്കേണ്ടത്. പിന്നെ ഈ സൈന്യത്തിൻ്റെയൊക്കെ ഈ വാർ ക്രൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ ബ്രഹ്മോസ് റെജിമെൻറ്റിൻ്റെത് മാത്രം പറയാം. അപ്പോൾ അപ്പോഴും ഇവിടെ കുരുപൊട്ടിയ ആളിൽ ചാവും. സ്വാമിയെ ശരണയ്യപ്പ എന്നാണ്, ഹർ ഹർ മഹാദേവ എന്നുണ്ട് വിളിക്കുന്നുണ്ട്, ജയ് ഭവാനി എന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ ഇന്ത്യൻ സൈന്യയുടെ മുദ്രാവാക്യങ്ങളെ ഇന്ത്യൻ ദേവതകളെ യുദ്ധദേവതകളെയൊക്കെ വിളിക്കുന്നതാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സത്യമേവ ജയതേ എന്ന് പറഞ്ഞാലും ഉപനിഷത്തിലുള്ളതാണ്. എവിടെ നിന്ന് എടുക്കുന്നതാണ്? നമുക്കല്ല ഇതല്ലാതെ ബൈബിളിൽ നിന്ന് എടുക്കണമെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഖുറാനിൽ നിന്ന് എടുക്കാൻ പറയാൻ പറ്റുമോ? കാരണം നമ്മൾ ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യൻ എപ്പിക്സിൽ നിന്നാണ്, അല്ലേ? അല്ലേ, നമ്മുടെ ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അത് ഉടനെ വർഗീയമാണ് എന്ന് ചിത്രീകരിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലാണ് വിഷം. ആ വിഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടു പേരിലാണ്. ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് പ്രിയങ്ക ഗാന്ധിയും. രാഹുൽ ഗാന്ധിക്ക് ഒരു സപ്പോർട്ടറായിട്ട് പ്രിയങ്ക വരികയാണ് അല്ലേ? ഇങ്ങനെ പോയാൽ രാഹുൽ ഗാന്ധിയെ അവർ ബീറ്റ് ചെയ്യും. എന്തിനാ മണ്ടത്തരത്തിൽ? അതെ മണ്ടത്തരാണോ ഇല്ലെന്ന് നോക്കാം നമുക്ക്. ഏതായാലും ഇതാണ് ഒരു വിവാദം. ഈ വിവാദവും ഉണ്ടാക്കുന്നത് സിമ്പിൾ ഹിന്ദു വിരുദ്ധത കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന മറ്റൊരു വിവാദമാണ്. അതിനും ഇവർ സൈന്യത്തെ കരുവാക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.